ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത ഒരു സമരം വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. അത് പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സമരമാണ്. പക്ഷെ അത് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ച പശ്ചാത്തലത്തിൽ നമുക്ക് പെട്രോൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ തെരുവിലിറങ്ങാനുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പൊ താണ്ടെ ഈ നമ്മുടെ CJP സമരം വിജയിച്ചതിന് പിന്നാലെ മറ്റൊരു സമരം കൂടെ ഇൻസ്റ്റാഗ്രാമിൽ പൊട്ടിമുളയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. അത് E20 ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ പൊട്ടിമുളച്ചിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഇതിന് ഫോളോവേഴ്സ് കൂടി വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആ പാർട്ടിയുടെ E20 ജനതാ പാർട്ടിയുടെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മണിക്കൂറുകളിലും അതിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് അത് വന്ന് ഫോളോ ചെയ്തിട്ട് പോകുന്നത്. സംഭവം അവർക്ക് വേണ്ടത് നിതിൻ ഗഡ്കരിയുടെ റെസിഗ്നേഷൻ ആണ്. നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയുടെ റെസിഗ്നേഷൻ. എന്തിനാണ് നിതിൻ ഗഡ്കരി റിസൈൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ E20 പെട്രോൾ രാജ്യത്ത് അവതരിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വണ്ടികൾ നശിപ്പിക്കുന്ന നിതിൻ ഗഡ്കരി അത് പുള്ളി രാജിവെക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. പോരാത്തതിന് ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. ഓഗസ്റ്റ് 4-ന് ഇപ്പോ നമുക്ക് മനസ്സിലാകുന്നത് ഡൽഹി ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ അവര് പാർലമെന്റ് മാർച്ച് നടത്താൻ പോവുകയാണ്. ഓഗസ്റ്റ് 4-ലാണ് അവർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നത്. കേന്ദ്രത്തിന്റെ E20 എത്തനോൾ മിശ്രിത പെട്രോൾ നയത്തിനെതിരെയാണ് ഇവർ പാർലമെന്റ് മാർച്ച് നടത്തുന്നത്. ഡൽഹി ടാക്സി ആൻഡ് ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻസ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആണ് ഇപ്പോൾ മാർച്ച് നടത്താനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എന്റെ ഈ വീഡിയോ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് കാണുന്ന ജനങ്ങൾക്ക് എപ്പോഴും അറിയാം, ഞാൻ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആവലാതിയാണ്. ബിജുചേട്ടനോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ E20 പെട്രോൾ അടിക്കുമ്പോൾ നമ്മളോട് ഈ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഓണേഴ്സ് ഒക്കെ പറയുന്നത് ഇത് E20 ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, E20 ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ബേസിക്കലി അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമരം കൂടെ പുറത്തേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുമോ ഇതിനു മുന്നിലും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ ഇതൊരു ന്യായമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കേട്ടോ ബേസിക്കലി എനിക്ക് തോന്നുന്നത്. അല്ല, ശരിയാണ്. ന്യായമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ ഒരു ആശങ്കയുണ്ട്, അത് പരിഹരിക്കുക. ഞാൻ പലപ്പോഴും ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ അടുത്ത കാലത്തുള്ള നീക്കങ്ങൾ കാണുമ്പോൾ അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. അവരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏത് ഭരണകൂടവും ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സാധനം അടിച്ചേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പ്രശ്നം. UGC അട്രോസിറ്റിയുമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ വന്നു. അതെന്തുകൊണ്ടാണ് ഫെയിലായി പോയതും വലിയ പ്രതിഷേധം ABPയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ടി വന്നത്. നമ്മളൊരു സാധനം കൊണ്ടുവരുമ്പോൾ അത് ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ പല നിയമങ്ങളും കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായിട്ട് അദ്ദേഹം ഓരോ സ്റ്റേറ്റിൽ അത് നടപ്പാക്കി പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം അതിനകത്ത് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ വന്നു, ആസാമിൽ വന്നു, UPയിൽ വന്നു, ഇപ്പൊ ബംഗാളിൽ വന്നു. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ ഇത് നടപ്പാക്കി ഇതിന്റെ പോരായ്മകൾ പഠിച്ചിട്ട് വേണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അടിച്ചേൽപ്പിക്കുക എന്നുള്ള, അതായത് എന്താ പറയുന്നത്, ജനങ്ങളെ എടുത്ത് അത് വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ചേട്ടാ, എനിക്ക് അത് ഡൗട്ട് ഉള്ളത്, അങ്ങനെ ഒരു സംഭവം ഇപ്പൊ എന്താണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ എല്ലാം കൊണ്ടുവരുമ്പോൾ ഇത് തൊട്ടതെല്ലാം നമ്മൾ എന്ത് തന്നാലും ജനങ്ങൾ സ്വീകരിച്ചോളും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അവരിൽ വന്നതുകൊണ്ട്. ഇപ്പൊ 2014 മുതൽ 2019 വരെ നമ്മൾ നോക്കുമ്പോൾ 2014 മുതൽ 2019 വരെ നരേന്ദ്രമോദിക്ക് വന്ന ശേഷം മോദിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, നമുക്ക് കശ്മീരിന്റെ 370 അബ്രഗേറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യാമായിരുന്നു, അവർക്കൊരു ബില്ല് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അവർ ചെയ്തത് കശ്മീരിനെ കുറിച്ച് ആദ്യം പഠിച്ചു, അത് കഴിഞ്ഞ് PDPയുമായി അവിടെ സഖ്യമുണ്ടാക്കി ഭരിച്ചു, അത് കഴിഞ്ഞ് PDPയുടെ മെഹബൂബ മുഫ്തിയായിട്ട് ഭരണം വിട്ടു, അത് കഴിഞ്ഞ് രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നു, ഒമർ അബ്ദുള്ളയെ പിടിച്ച് അകത്താക്കി, വീട്ടുതടങ്കലിലാക്കി, മെഹബൂബ മുഫ്തിയെ വീട്ടുതടങ്കലിലാക്കി. അതിനുശേഷം 2019 വീണ്ടും അവർ ഈ ഞങ്ങളുടെ ജനഹിതം പരിശോധിച്ചു. അത് കഴിഞ്ഞ് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി. അത് കഴിഞ്ഞാണ് 370 ഒരു ലൂപ്പ് ഹോളില്ല. ആ നിയമം ഞാൻ എടുത്ത് പഠിച്ചതാണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി അല്ല, രാജീവ് ഗാന്ധി ജനിച്ചു വന്നാൽ പോലും, ഇന്ദിരാഗാന്ധി ജനിച്ചു വന്നാൽ പോലും ഈ ഊരാക്കുട് കഴിച്ചെടുക്കാൻ പറ്റില്ല. കാരണം കശ്മീർ നമ്മുടേതായി കഴിഞ്ഞു. ആ ഒരു രീതിയിലാണ് അവർ മുന്നോട്ടേക്ക് വന്നത്, മുന്നോട്ടേക്ക് പോയത്. രാമക്ഷേത്രത്തിന്റെ വിഷയം, രാമക്ഷേത്രം വേണമെങ്കിൽ നാളെ RSSന് പണിയാമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, അവർ വെയിറ്റ് ചെയ്തു. ആദ്യത്തെ സർക്കാർ വന്നു, രണ്ടാമത്തെ സർക്കാർ വന്നു, സുപ്രീം കോടതിയെ കൊണ്ടാണ് അവർ തീരുമാനം എടുപ്പിച്ചത് രാമക്ഷേത്രം പണിയാമെന്നുള്ള കാര്യം. ആ ഒരു എന്താ പറയുക, ആ ഒരു കർമ്മകുശലത ഉണ്ടായിരുന്നു ഈ സർക്കാരിൽ. പക്ഷേ 2024 നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ നമ്മൾ കാണുന്നത് മോദി ഒരു വഴിക്ക് പോകുന്നു, നിതിൻ ഗഡ്കരി അപ്പുറത്ത് കിടന്നുകൊണ്ട് E20 പെട്രോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, നിങ്ങളെല്ലാവരും E20 പെട്രോളിലേക്ക് മാറിക്കോളൂ. അപ്പുറത്ത് ധർമ്മേന്ദ്ര പ്രധാൻ കിടന്നുകൊണ്ട് UGC അട്രോസിറ്റി ആക്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, അങ്ങോട്ടേക്ക് പൊക്കോളൂ. നേരത്തെ നരേന്ദ്രമോദിക്ക് ഇവരിലെല്ലാം ഒരു കടിഞ്ഞാണുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ലാതെ എനിക്ക് ഇത് തോന്നുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത് ബേസിക്കലി. മനുഷ്യ പറഞ്ഞതിനകത്ത് പകുതി കാര്യങ്ങൾ സത്യമുണ്ട്. കാരണം എല്ലാവരും ഹീറോ ആകണം. ഹീറോ ആകുക എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുകയല്ല. ഹീറോ ആകുക എന്ന് പറഞ്ഞാൽ സമവായത്തിലൂടെയാണ് ഹീറോകൾ രൂപപ്പെട്ടു വരുന്നത്.
അതായത് ഞാനിത് കൊണ്ടുവന്നു, ഞാൻ ഇനി ചരിത്രത്താളുകളിൽ എൻ്റെ പേര് സുവർണ്ണ ലിപികളിൽ എഴുതി വെക്കുമെന്ന് ഒന്നുമില്ല. പൊളിറ്റിക്സിൽ അങ്ങനെ സുവർണ്ണ ലിപികളിൽ എഴുതി വെക്കപ്പെടുമെന്ന് നമ്മൾ കരുതുന്നവർ പലരും ചവിട്ടുകൊട്ടയിൽ പോയിട്ട് വന്നു. അപ്പം ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ധനുഷ് ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്, പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതുണ്ട്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഈ സാധാരണഗതിയിൽ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ അതിന്റെ കരട് രൂപം അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ജനങ്ങളുടെ അഭിപ്രായം തേടാറുണ്ട്. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ എല്ലാ ബില്ലുകളും കൊണ്ടിരുന്നത്. പക്ഷെ ഇത് E20 എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചാൽ E20 അടിച്ചേൽപ്പിച്ചിട്ടില്ല നിലവിൽ. അതിന്റെ ഒരു പ്രാരംഭ ഘട്ടമാണ് E20 കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, അതിന്റെ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസവും അത് വ്യക്തമാക്കി, ഈ E20 അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സമരത്തിന് എന്ത് പ്രസക്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പ്രതിഷേധത്തിന് പ്രസക്തിയുണ്ട്. ധനുഷ് പറഞ്ഞത് കറക്റ്റാണ്, ഈ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കേണ്ടതുണ്ട്, പ്രതിഷേധത്തിന് പ്രസക്തിയുണ്ട്. പക്ഷെ സമരത്തിന് എന്ത് പ്രസക്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കേന്ദ്ര സർക്കാർ ഇത് നിയമമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ കൊണ്ടിരില്ല. ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം എനിക്ക് 2 ആഴ്ചക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയില്ല, പ്യുവർ പെട്രോൾ വേറെ. അതായത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇത്, അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഉണ്ട്. അവിടെ ഈ പ്രത്യേക ക്യാബിനാണ് ഇതിനൊക്കെ പ്യുവർ പെട്രോൾ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. പ്രീമിയം, ഈ പ്രീമിയം സെക്ഷനിൽ വേണമെങ്കിൽ അടിച്ചാൽ മതി. ഇന്ത്യയിൽ ആകെ 3% പേരാ പ്രീമിയം പെട്രോൾ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് കണക്കാണ് ഞാൻ പറഞ്ഞത്. 3% പേര് പൈസ കൂടുതലാണ്, 10 പൈസ കുറഞ്ഞ് കിട്ടുന്നു. നമ്മൾ ലിക്കർ ഷോപ്പിൽ പോയി കഴിഞ്ഞ് റമ്മുണ്ട്, ബ്രാൻഡി ഉണ്ട്, വിസ്കി ഉണ്ട്. അത് കൂടാതെ തന്നെ അതിൽ തന്നെ ആൽക്കഹോളിന്റെ വേരിയേഷൻ വ്യത്യാസമാണ്. 42% ശുദ്ധമായ ആൽക്കഹോൾ ഉള്ളതുണ്ട്, 68%. അത് നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യത്തിലും ചോയ്സ് ഉണ്ട്. ചോയ്സ് ആണ് ഒരു വികസിത രാജ്യത്തിലേക്ക് പോകുന്ന ഒരു രാജ്യത്തിന് അനിവാര്യം വേണ്ടത് ചോയ്സ് ആണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ലോകത്ത് ഒരുപാട് ദരിദ്ര രാജ്യങ്ങൾ, ഇപ്പൊ ക്യൂബ കണക്കൊക്കെ ഉള്ള രാജ്യങ്ങൾ, ഈവൻ പാകിസ്ഥാൻ എടുക്കാം. പാകിസ്ഥാനിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ചോയ്സ് ഇല്ല. അവിടെ ഈ പട്ടാളക്കാർ തന്നെ ഇറക്കുന്ന എന്താണ് പറയുന്നത്, ആട്ടയുണ്ട്, ഉപ്പുണ്ട്. ഇതാണ് ജനങ്ങൾ മേടിച്ചേ പറ്റൂ. അതാണ് അവസ്ഥ. ചോയ്സ് ഇല്ല. നമ്മുടെ രാജ്യം അങ്ങനെയല്ല, എന്തിനും ചോയ്സ് ഉള്ളതാണ്. അപ്പം ഇന്ധനം ചോയ്സ് ആക്കാം. വണ്ടി നമ്മൾ ചോയ്സിലല്ലേ എടുക്കുന്നത്? അല്ലാതെ ഇപ്പൊ സർക്കാർ പറയുന്ന വണ്ടി നമ്മൾ എടുക്കാറുണ്ടോ? ഇല്ല, നമ്മുടെ ഇഷ്ടമാണ് എല്ലാം. അപ്പം ചോയ്സ് കൊടുക്കണം, കൊടുത്തേ പറ്റൂ അതിന്. അപ്പം ചോയ്സ് കൊടുക്കാമെന്ന് അവർ പറയുന്നുണ്ട്. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് അദ്ദേഹം കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ ചോയ്സ് ഉണ്ട്, പെട്രോൾ വരുന്നുണ്ട്, ശുദ്ധമായ പെട്രോൾ വേറെ, E20 ഇപ്പുറത്തുണ്ട്. പക്ഷെ ഈ സമരക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ പറയുന്നത് ഞങ്ങൾ E20 എതിർക്കുന്നില്ല എന്നുള്ളത്. നല്ല കാര്യമാണ്. E20 വേണ്ടവർ E20 അടിച്ചാൽ മതി, ശുദ്ധമായ പെട്രോൾ അടിക്കേണ്ടത്. അപ്പം എന്താണെന്ന് വെച്ചാൽ വിലയ്ക്ക് വ്യത്യാസം വരും. E20 വിലയ്ക്ക് പെട്രോൾ എടുക്കാൻ പറ്റില്ല, അപ്പൊ അതിന് വ്യത്യാസം വരും. ഇപ്പൊ LPG ഗ്യാസിന്റെ വിലയ്ക്ക് പെട്രോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇലക്ട്രിക് ചാർജ് ചെയ്യുന്നതിന് പകരം ആ വിലയ്ക്ക് പെട്രോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പം പെട്രോളിന്റെ വേരിയേഷൻസ് ഇപ്പൊ ചൈനയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പോലെ തന്നെയാണെങ്കിൽ പെട്രോൾ പമ്പിൽ ഇങ്ങനെ എഴുതി കാണിക്കും അപ്പോൾ ഉള്ള എണ്ണയുടെ വില, ക്രൂഡ് ഓയിലിന്റെ വില അനുസരിച്ച് ഇതിനകത്ത് വേരിയേഷൻസ് വരും. അപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർ വെയിറ്റ് ചെയ്യാറുണ്ട്, ഇത് വില കുറയുമ്പോൾ പോയി എടുക്കുക. ഈ സ്വർണ്ണമൊക്കെ മേടിക്കുന്നതൊക്കെ വില കുറയുമ്പോൾ അടിക്കുന്ന കുറച്ച് പേരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ ചോയ്സ് കൊടുക്കണം. അങ്ങനെ ചോയ്സ് കൊടുക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സമരത്തിലേക്ക് പറയൂ. നമ്മുടെ ജനങ്ങൾ തന്നെ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമായിരുന്നു ചേട്ടാ. ഞാൻ പറയുന്നത് ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു രീതി. അത് താങ്കൾ തന്നെ പറഞ്ഞ ആ ഒരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. അത് വളരെ രസകരമായിരുന്നു. കാരണം നമ്മൾ ഈ പണ്ട് മാരുതി കാർ ഇറക്കുമ്പോൾ, ഞാനത് പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവരത് കേട്ടിട്ടില്ല. പണ്ട് നമ്മൾ മാരുതി കാർ ഇറക്കുമ്പോൾ ആ മാരുതി കാറിൽ പെട്രോളിന് പകരം ഗ്യാസ് ഊറ്റി കമത്തി വെച്ച് ഓട്ടിച്ച ടീമാണ് നമ്മളെന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം ഇന്ത്യ. ഇത് കണ്ടിട്ടാണ് പിന്നെ മാരുതി കാർ ഗ്യാസ് സിലിണ്ടർ ഇറക്കുന്നത്. നമ്മളത് അപ്ഗ്രേഡ് ചെയ്തോളും. കാരണം നമുക്കറിയാം E20 പെട്രോൾ ഇറക്കി അവിടെ വച്ചാൽ മതി, നമ്മൾ അതിലോട്ട് നൈസായിട്ട് മാറിക്കോളും. അതിലൊരു പ്രശ്നമില്ല. ഇത് വന്നിട്ട് E20 പെട്രോൾ തന്നെ അടിക്കണം എന്ന് പറയുമ്പോഴാണ് ആ പ്രശ്നം അവിടെ ഉണ്ടാകുന്നത്, അല്ലേ? അതെ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഭാഗവും കൂടെ ഉണ്ട്, നമ്മൾ അതോടെ കേൾക്കണം. എന്തുകൊണ്ടാണ് E20 കൊണ്ടുവരേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വലിയ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് ശുദ്ധീകരിക്കുമ്പോഴത്തേനും നമുക്ക് അത് ഇവിടെ വിൽക്കുമ്പോൾ, ശുദ്ധമായ പെട്രോൾ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ റേറ്റ് കൂടും. ആ റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് 20% എത്തനോളിലൂടെ അതിനകത്ത് കലർത്തുന്നത്. കാരണം അത്രയും സാമ്പത്തിക ഭാരം ഈ പെട്രോൾ അടിക്കുന്നതിന്റെ തലയിൽ വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് E20 വെക്കുന്നത്. അപ്പോൾ കുറച്ച് റേറ്റ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ E20 ഈ പെട്രോളിൽ നിന്ന് എടുത്തു മാറ്റുന്നു നോക്കുക, ശുദ്ധമായ പെട്രോൾ ആണെങ്കിൽ എത്ര രൂപയ്ക്ക് നമുക്ക് വണ്ടിയിൽ അടിക്കാൻ പറ്റും? ഈ 114 കിട്ടത്തില്ല. ഈ 114 എന്ന് പറഞ്ഞ നിന്ന് ആ E20 20% കൂടെ വരുമ്പോഴാണ് അത് 114 ആകുന്നത്. E20 എടുത്തു കഴിയുമ്പോൾ ശുദ്ധമായ പെട്രോളിന്റെ 20% പൈസ കൂടെ നമ്മൾ അഡീഷണൽ കൊടുക്കണം. കുറഞ്ഞ പക്ഷം ഒരു 140 രൂപ 150 രൂപ അടുത്ത് താഴെ വരും. ഏകദേശം ഇപ്പോഴത്തെ ഒരു കണക്ക് ഞാൻ ഊഹിക്കുന്നതാണ്, എനിക്കറിയില്ല. ഏകദേശം അത്രയും വരും. അത്രയും പൈസ മുടങ്ങി. ഇപ്പൊ പ്രീമിയം പെട്രോൾ അടിക്കുന്നവരില്ലേ, അവരുടെ വണ്ടികളിൽ പ്രീമിയം മാത്രമേ അടിക്കൂ. പിന്നെ ഒറിജിനൽ സർവീസ് സ്റ്റേഷനിൽ വണ്ടി സർവീസ് ചെയ്യുന്നവരില്ലേ,
അത് നല്ല വർഷം ചെയ്യുന്നവരുമുണ്ട്. രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒറിജിനൽ കമ്പനി ടയർ മേടിച്ചിടുന്നവരുമുണ്ട്, ലോക്കൽ ചൈനയുടെ ടയർ വാങ്ങിയിടുന്നവരുമുണ്ട്. ചൈനയുടെ അത് നമ്മുടെ ഇഷ്ടമാണത്. അത് ധനുഷ് പറഞ്ഞ കറക്റ്റ്. അങ്ങനത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇത് പമ്പുകൾക്ക് ഇത് വെക്കാനൊരു ചെറിയ കാലതാമസം ഉണ്ടാവും. ഇത് തകിടം പറയാനൊരു സാധ്യത എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഈ യുദ്ധം വരികയും നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ പെട്ടുപോകും സർക്കാർ. അപ്പൊ അതുകൊണ്ട് ഇത് പമ്പുകൾക്ക് അതിന് വേണ്ടി ഒരു സമയം കൊടുക്കണം. സമരത്തിന്റെ ആവശ്യമില്ല. കാരണം ഇതിന്റെ ഒരു മെമ്മോറാണ്ടോ കാര്യങ്ങളെ കുറിച്ച് ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ഇനി ഈ പാർട്ടിയെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. ഇത് മലേഷ്യ എന്നാണ് ഇതിന്റെ ഒരു, മലേഷ്യയോ സിംഗപ്പൂരോ ആണ് ഈ പേജിന്റെ ഉടമ. അവിടെയാണ്, അവിടെ നിന്നാണ് ഈ പേജ് വന്നിരിക്കുന്നത്. ഈ പേജിന്റെ E20 ജനതാ പാർട്ടിയുടെ. ഇനി E20യുടെ ചിഹ്നം ധനുഷ് ശ്രദ്ധിച്ചായിരുന്നു, ഞണ്ടാണ്. പാറ്റ വന്നു, അടുത്ത ഞണ്ടാണ്. അപ്പം ഇവരുടെ ഒരു സമരം, ഇപ്പൊ ധനുഷ് ആദ്യം സൂചിപ്പിച്ച് ടാക്സി ഡ്രൈവർമാരുടെ ഒരു സമരം പറയുന്നുണ്ട്. ഇത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളും ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ ഇത് സമരം കണ്ടിട്ടുണ്ട് ബംഗ്ലാദേശിൽ. അതിനു മുമ്പ് നമ്മൾ ശ്രീലങ്ക കണ്ടിരുന്നു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഈ ഡീപ് സ്റ്റേറ്റുകാർ ഒരു ടൂൾ കിറ്റ് ഇറക്കുമ്പോഴത്തേനും അതിൽ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, എങ്ങനെയൊക്കെയാണ് സമരം കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് തുടക്കത്തിൽ ചെയ്യേണ്ടതെന്നുള്ളത്. വിദ്യാർത്ഥികളുടെ ആട്ടം കഴിഞ്ഞു. അടുത്തത് വന്നിരിക്കുന്നത് ഈ ടാക്സി, അവർ പണിമുടക്കുക. നമ്മൾ ബംഗ്ലാദേശിന്റെ വാർത്തകൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. അവിടുത്തെ ടാക്സി ഡ്രൈവർമാരും ബസ്സുകളും പണിമുടക്കിയപ്പോൾ തന്നെ ജനജീവിതം സ്തംഭിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ടാക്സിക്കാർ പണിമുടക്കുക എന്നുള്ളതും ഈ ടൂൾ കിറ്റിന്റെ ഭാഗം തന്നെയാണ്. അതായത് ഈ സമരത്തിന്റെ ഒരു ലക്ഷ്യം മറ്റേതാണ്, അതായത് ഈ അസ്ഥിരപ്പെടുത്തുക സർക്കാരിനെ എന്നുള്ളത് തന്നെയാണ്. ഇത് സമരത്തിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ശക്തമായ ഒരു നിയമമായിട്ട് ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. രണ്ടാമത് അവർ തന്നെ പറയുന്നുണ്ട്, ഈ ഗഡ്കരി ആയാലും ശ്രീ സുരേഷ് ഗോപി ആയാലും ഒക്കെ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് ശുദ്ധമായ പെട്രോൾ, ആവശ്യക്കാർക്ക് ശുദ്ധമായ പെട്രോൾ കൊടുക്കും. പക്ഷെ അന്നേരം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോ ശുദ്ധമായ പെട്രോൾ എന്റെ വണ്ടിയിൽ അടിക്കണമെങ്കിൽ ഞാനത് അവർ പറയുന്ന റേറ്റ് കൊടുക്കണം, അല്ലെ? എല്ലാത്തിനും അങ്ങനെയല്ല. ബ്രാൻഡഡ് സാധനം മേടിക്കണമെങ്കിൽ ആ കമ്പനി പറയുന്ന റേറ്റ് നമ്മൾ കൊടുക്കണം. ചാട്ടം വേണമെങ്കിൽ അത് വേണ്ട. രണ്ടും രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ E20 ആണ് അടിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അത് മതി. അതിൽ ചോയ്സ് കൊടുത്തേ പറ്റൂ. അതിന്റെ ഒരു സമരത്തിലേക്ക് പോകുന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. പക്ഷെ ഇത് സമന്വയത്തിലൂടെ തീർക്കേണ്ടതാണ്, തീർക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ തന്നെ അത് പറയും. കാരണം ഇതിപ്പം എല്ലാ പമ്പുകളിലും, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പമ്പുകളിലും ഇത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇടപെടിയിൽ നടക്കുന്ന കേസല്ല. അങ്ങനെ അതിന് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസുകളുണ്ട്, പ്രൊസീജിയർ ഉണ്ട്. അതാണ് അതിനകത്ത് ഒരു പ്രധാന പ്രശ്നം. അതിന്റെ ഈ ഭീതി കൊണ്ടാണ് പമ്പ് ഉടമകൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ 1 ലക്ഷത്തോളം പമ്പ് ഉടമകൾ നിതിൻ ഗഡ്കരിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്, ഞങ്ങൾക്ക് E20യുടെ പ്രശ്നത്തിന്റെ പേരിൽ. പക്ഷെ E20യുടെ ഇത് വിഷയം വരുമ്പോൾ അതിനകത്ത് വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഇവർക്ക് വേറൊരു പമ്പ് സ്ഥാപിക്കുക എന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടുകൂടെ അതിനകത്തുണ്ട്. ഈ രണ്ടാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് കണക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ മാഫിയകൾ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ മാഫിയകൾ മാത്രമല്ല, ഫാർമ മാഫിയ മാത്രമല്ല ഉള്ളത്, ഓയിൽ മാഫിയയും ശക്തമാണ്. ഈ ക്രൂഡ് ഓയിൽ വ്യവസായത്തിന്റെ അവരാണ് ഈ ലോകത്തിന്റെ നിയന്ത്രിക്കുന്നത് മുഴുവൻ. വില കൂട്ടുകയും കുറയ്ക്കുകയും അവരുടെ എലിമെന്റ്സും അവരുടെ പണത്തിന്റെ വലിയ ഒഴുക്കും ഈ സമരത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, ഇതിനകത്ത് നമുക്കൊരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 13.6 ലക്ഷം കോടിക്കാണ് ഇന്ത്യ ഒരു വർഷം പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നത്. 13.6 ലക്ഷം കോടി രൂപയ്ക്ക്. E20 പെട്രോൾ, അതായത് E20 പെട്രോൾ പുറത്തു വരുമ്പോൾ ഈ പെട്രോൾ 20% എത്തനോൾ കലർത്തുമ്പോൾ എത്ര ലക്ഷം കോടി രൂപയുടെ ലാഭം നമുക്കുണ്ടാകും? ഈ 13.6 ലക്ഷം കോടിയിൽ നിന്ന് എത്ര ലക്ഷം കോടി രൂപ? ഈ E20, E25 ആയാലോ, ഇനി ഈ 50 ആയാലോ, ഇതായി കഴിഞ്ഞാൽ 13.5 ലക്ഷം കോടിയിൽ നിന്ന് പകുതി അവരുടെ ആ ഒരു വലിയ ഇന്ത്യയാണ് ഏറ്റവും വലിയ ട്രംപ് പോലും ഇന്ത്യയിലെ പെട്രോൾ വിപണിയിൽ കടന്നു കയറാനായിട്ട് മൂക്കിട്ട് ക്ഷമ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതൊരു വലിയ ലോബിയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഫണ്ടിങ് ഉണ്ടാകും. കാരണം അവർക്ക് അവരുടെ പെട്രോൾ ഇങ്ങോട്ട് ഇറക്കണം, ഇവിടുത്തെ E20 മോശമാണെന്ന് അവർക്ക് കാണിക്കണം. അത് ഇതിന്റെ വേറൊരു വശമാണ്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ വശവും ചർച്ച ചെയ്യണമല്ലോ. നമ്മൾ കേന്ദ്രത്തെ ഇങ്ങനെ അവർ കൊണ്ടുവന്ന ഈ ഒരു ചോയ്സ് ഇല്ലാത്തൊരു സാധനം പറയുമ്പോൾ ഈ ഒരു സാധനം അപ്പുറത്ത് കിടപ്പുണ്ട്. അത് നമ്മൾ കറക്റ്റ് മാത്രമേ പോകും. നമ്മൾ 360 ഡിഗ്രി നമ്മൾ ചർച്ച ചെയ്യും ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ. അല്ലാതെ കേന്ദ്രം ഇത് കൊണ്ടുവന്നത് ശരിയായില്ല എന്ന് മാത്രം പറയില്ല, ഇതും ചർച്ച ചെയ്യും. അവിടെ ഇങ്ങോട്ട് വന്ന് ഇതിനകത്ത് ആന്റി നാഷണൽസ് വന്നു കഴിഞ്ഞാൽ അവരെ വലിച്ചു വാരി ഒതുക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. അല്ല, ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോ ഇന്ത്യ മാത്രമല്ലല്ലോ വരുന്നത്, അമേരിക്കയിലുണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്. അവിടെ ഇഷ്ടമുള്ള എടുത്താൽ മതി. ഞാൻ ചോദിച്ചിട്ട് ഇലക്ട്രിക്കൽ കാർ ഇറങ്ങി,
ആരെങ്കിലും പറഞ്ഞിട്ടാണോ? നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് എടുത്താൽ മതിയല്ലോ. ഇത് തെളിയിക്കാൻ ഇവരാർക്കും പറ്റിയിട്ടില്ല. അതായത് ഇതിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയുന്നതേ ഉള്ളൂ. കംപ്ലൈന്റ് പല കാരണങ്ങൾ വരുന്ന കംപ്ലൈന്റിനകത്ത് പക്ഷേ ഇത് മൈലേജ് കുറയുന്നു എന്ന് പറയുന്നത്, മൈലേജ് കുറയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്. അല്പം മൈലേജ്, ഒരു പോയിന്റെങ്കിലും മൈലേജ് കൂട്ടിക്കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കപ്പൽ വാങ്ങിക്കാൻ ഇന്ത്യക്കാരൻ പോകുന്ന ഒരു കഥയുണ്ട്, ഒരു പരസ്യമായിരുന്നു. വലിയൊരു കപ്പൽ കണ്ട് കപ്പലിന്റെ വില പറഞ്ഞു, ഇത്തവണ കോടി രൂപയാണ് കപ്പലിന്റെ വില. എല്ലാം കഴിയുമ്പോഴത്തേനും ഇയാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്ത് മൈലേജ് കിട്ടും ഈ കപ്പലിനെന്ന്. അതാണ് ഇന്ത്യക്കാരുടെ ഒരു നേച്ചർ. ഇപ്പൊ ഞാനും പെട്രോൾ അടിച്ച് യാത്ര ചെയ്യുന്നതാണ്. അപ്പം ഇച്ചിരി മൈലേജ് കിട്ടാൻ ആഗ്രഹിക്കും. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്ത് ഇനി അതിനെ കിടന്ന് മെഴുകാതെ പകരം അവർക്ക് ഒരു ചോയ്സ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സമരം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്, ഗഡ്കരിയാണ്. പറഞ്ഞല്ലോ ആദ്യം തന്നെ പാർട്ടികൾ പറഞ്ഞല്ലോ, നെക്സ്റ്റ് വിക്കറ്റ് ഉടനെ വീഴും, ഫസ്റ്റ് വിക്കറ്റേ വീണിട്ടുള്ളൂ, നെക്സ്റ്റ് വിക്കറ്റ് വീഴും എന്ന് പറഞ്ഞാൽ ആ നെക്സ്റ്റ് വിക്കറ്റ് ആണ് ഇവർ ഈ ഗഡ്കരിയെ എയിം ചെയ്യുന്നത്. അത് സമരത്തിലേക്കും അക്രമത്തിലേക്കും പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് നെസസറി ആയിട്ട് ഉള്ളൊരു സമരമല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്കഷൻ നടത്തി അതിന് കേന്ദ്ര സർക്കാരും തയ്യാറാകണം ആ ഡിസ്കഷന് വേണ്ടിയിട്ട്. ഇവരുമായിട്ടല്ല, ഈ പാർട്ടികളുമായിട്ടല്ല സംസാരിക്കേണ്ടത്. കാരണം പാർട്ടികളുമായിട്ട് സംസാരിക്കാൻ ഇട വരുന്നതിന് മുമ്പ് പൊതുജനങ്ങളുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നടത്തി ഇത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്.